അരങ്ങേറ്റം നടത്താത്തൊരു കുട്ടി അങ്ങനെ പാടുന്നു എന്നുള്ളൊരു വിമർശനത്തിൻ്റെ പേരിലാണ് ആ ചെറിയ പ്രായത്തിൽ അരങ്ങേറ്റം നടത്തേണ്ടി വന്നത്. അത്ഭുതകരമായി സംഭവിക്കുന്ന ചില പ്രത്യേക വരസിദ്ധിയാണിത്. എനിക്ക് കിട്ടിയ മഹാഭാഗ്യം, ഞാൻ എത്താത്തടത്ത് അവൻ എത്തുന്നുണ്ടല്ലോ എന്നുള്ളത്. ഇത് അതിശയകരമായ ഒരു കാര്യമാണ്. ഇതിനെ പരമാവധി തേച്ച് പിടിപ്പിച്ച് മനോഹരമാക്കുക എന്നുള്ളതാണ് ഈ രക്ഷകർത്താവ്. അദ്ദേഹം ഇല്ലെങ്കിൽ പോലും എന്നെ ചേട്ടൻ ഏൽപ്പിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞ് തന്നെ പോയി ദീപാരാധന, അത്താഴ പൂജയ്ക്കൊക്കെ തന്നെ പാടാറുണ്ട്. നമസ്കാരം. നമ്മളൊരു അത്ഭുത ബാലനെ പരിചയപ്പെടാനാണ് പോകുന്നത്. ഇടയ്ക്ക എന്ന വാദ്യം എല്ലാവർക്കും ഇണങ്ങുന്നതല്ല. അത് ദീർഘനാളത്തെ പരിശീലനത്തിലൂടെ മാത്രമാണ് പലരും സ്വായത്തമാക്കിയെടുക്കുന്നത്. എന്നാൽ ഇവിടെ 5 വയസ്സുള്ള ശിവഹരി എന്ന ബാലനാണ് ഇടയ്ക്കയിൽ പല അത്ഭുതങ്ങളും സൃഷ്ടിച്ചിരിക്കുന്നത്. ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിലെല്ലാം ഇടം നേടിയ ശിവഹരിയാണ് ഇപ്പോൾ നമ്മളുള്ളത്. ശിവഗിരി എങ്ങനെ ഈ നേട്ടത്തിലേക്കൊക്കെ കൈപിടിച്ചത്? ശിവഗിരിയുടെ അച്ഛനാണ് പ്രധാന പ്രചോദനം. അച്ഛൻ കലാമണ്ഡലം രാജേഷ് നമ്മളോട് ശിവഹരിയെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാക്കും. ശിവഹരി ഇതിലേക്ക് കടന്നു വരുന്നത് അദ്ദേഹം കൈക്കുഞ്ഞായിരിക്കുന്ന സമയം മുതൽ അദ്ദേഹത്തിൻ്റെ താല്പര്യം സോപാന സംഗീതം കേൾക്കുന്നതിനായിരുന്നു. താരാട്ട് പാട്ടിന് പകരം ഞങ്ങൾ തന്നെയാണ്, അദ്ദേഹത്തിൻ്റെ അമ്മ സ്കൂൾ വർക്ക് ചെയ്യുന്നു. അപ്പം ഞാനും എൻ്റെ ചേട്ടൻ അദ്ദേഹത്തിൻ്റെ വെല്ലിച്ചനും കൂടാണ് അദ്ദേഹത്തിനെ ഉറക്കുന്നതും കളിപ്പിക്കുന്നതും എല്ലാം. ആ സമയം മുതൽ ഈ പാട്ട് കേൾക്കും. തൊട്ടിയിൽ ഉറക്കുന്ന സമയത്തും കുഞ്ഞിന് ഈ താരാട്ട് പാട്ടിന് പകരം സോപാന സംഗീതമാണ്. അതും അരിപ്പാട് അഖിലേഷ് എന്ന് പറയുന്ന സോപാന കലാകാരൻ്റെ പാട്ടുകളാണ് താല്പര്യം. അതാണ് കേട്ട് ഉറങ്ങുന്നതും. ഉണർന്നാലും ഇത് തന്നെ കേൾക്കണം. സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ മുതൽ ഈ പാട്ടുകൾ മൂളാൻ തുടങ്ങി. തന്നെ വാദ്യം കൈകാര്യം താളം ഇടാൻ തുടങ്ങി. ആരും പഠിപ്പിച്ചല്ല, അത് ഒരു നിയോഗം പോലെ കുഞ്ഞ് തന്നെ ചെയ്യാൻ തുടങ്ങിയതാണ്. ഇപ്പോൾ അരിപ്പാട് അഖിലേഷ് പഠിപ്പിക്കുന്നുണ്ട്. 5 വയസ്സ് പൂർത്തിയാക്കിയപ്പോൾ സമയത്ത് തന്നെ അവൻ്റെ അരങ്ങേറ്റം നടന്നു. നിരവധി ക്ഷേത്രങ്ങളിൽ അവൻ്റെ ഒരു കൗതുകത്തിന് അവനെ പാടാൻ വിളിക്കുന്നുണ്ട്. ഇന്ന് വൈകിട്ട് ഉൾപ്പെടെയുണ്ട്. ഞാൻ ക്ഷേത്രത്തിൽ തിരുമേനിയാണ്. അപ്പോൾ അവിടെ സോപാന സംഗീതം ആളുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ നിന്ന് പാടും. അദ്ദേഹം ഇല്ലെങ്കിൽ പോലും എന്നെ ചേട്ടൻ ഏൽപ്പിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞ് തന്നെ പോയി ദീപാരാധന, അത്താഴ പൂജയ്ക്കൊക്കെ തന്നെ പാടാറുണ്ട്. അതിന് ശേഷം ആണ് ഈ അരങ്ങേറ്റം നടത്താത്തൊരു കുട്ടി അങ്ങനെ പാടുന്നു എന്നുള്ളൊരു വിമർശനത്തിൻ്റെ പേരിലാണ് ആ ചെറിയ പ്രായത്തിൽ അരങ്ങേറ്റം നടത്തേണ്ടി വന്നത്. അത് അമ്പലപ്പുഴ വിജയകുമാറേട്ടൻ്റെ ഉൾപ്പെടെ സാന്നിധ്യത്തിൽ അങ്ങനെ ചിങ്ങം 1-ാം തീയതി അരങ്ങേറ്റം നടത്തി. അതിനുശേഷമാണ് പല അമ്പലങ്ങളും വാർത്ത കണ്ടിട്ടൊക്കെയാണ് ക്ഷേത്രങ്ങളിൽ പാടാൻ വിളിക്കുന്നുണ്ട്. അവന് പാടാൻ വിളിക്കുന്നു എന്ന് പറഞ്ഞാൽ അതൊരു പ്രോഗ്രാമല്ല. ഒരു 15 മിനിറ്റിൽ കൂടുതലൊന്നും പാടാൻ പറ്റില്ല, കുഞ്ഞാണ്. അത് നിരവധി യൂട്യൂബ് ചാനലുകളും മലയാളം മീഡിയകളും എല്ലാം കവർ ചെയ്ത് അങ്ങനൊരു ഇതിലെത്തി നിൽക്കുകയാണ് കുഞ്ഞ്. അതിനുശേഷമാണ് ഇന്ത്യ ബുക്കിൻ്റെ റെക്കോർഡ്സിലേക്ക് ഒരു അപേക്ഷ കൊടുക്കുകയും അതിന് അംഗീകരിക്കുകയും ശേഷം അവർ തന്നെയാണ് ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡിലേക്ക് കൊടുത്തതും അതും നേടിയിട്ടുണ്ട്. ഭാഗ്യമാണ്, വളരെ വലിയ ഭാഗ്യം തന്നെയാണ്. അതാണ് എല്ലാവർക്കും അതിശയം. അമ്പലപ്പുഴ വിജയൻ ചേട്ടൻ പോലും അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ആ അരങ്ങേറ്റ ദിവസം തന്നെ ഒരു കുഞ്ഞിനെ ഇതിനെ സാധകം ചെയ്യിക്കുക എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട്. ഇത് ചെണ്ടയായാലും ഇടയ്ക്കായാലും എല്ലാം പാട്ടായാലും എല്ലാം നമ്മൾ ആദ്യമേ തുടങ്ങുന്നത് സാധകം ചെയ്യിച്ചോടാണ്. അങ്ങനെ ചെയ്യിച്ച ഒരു കുട്ടി ചെയ്യുന്നതിനേക്കാൾ വൃത്തിയായിട്ട് ആ താളം, ആ കൈ അതിൽ വരുന്നത്, അത് അവൻ്റെ ഒരു കഴിവ് തന്നെയാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത ഈ പാട്ടും താളവും ഒരേപോലെ വരണം. അത് രണ്ടും ചെയ്യണം. ഒരാൾക്ക് പാടാൻ പറ്റിയാൽ ചിലപ്പോൾ കൊട്ടാൻ പറ്റില്ല, അല്ലെങ്കിൽ താളം പിടിക്കാൻ ചിലപ്പോൾ ബുദ്ധിമുട്ട്. അദ്ദേഹത്തിന് ഇപ്പോൾ പഠിപ്പിക്കുന്ന ആൾ കൂടെ നിന്ന് പാടിയാൽ പോലും, അല്ലെങ്കിൽ ഞാൻ കൊട്ടിത്തരാമെന്ന് പറഞ്ഞാൽ അദ്ദേഹം സമ്മതിക്കില്ല. അദ്ദേഹത്തിന് സ്വന്തമായിട്ട് കൊട്ടണം, പാടണം. അത് രണ്ടും തന്നെത്താനെ ചെയ്യണം. അങ്ങനെ തന്നെയാണ് തുടർന്ന് പോകുന്നതും. ഈ വീട്ടിൽ വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ എപ്പോഴും ഇത് തന്നെയാണ്. ചെണ്ടയായി ഇടയ്ക്കായി മേളം തന്നെയാണ് എപ്പോഴും. അല്ലാതെ വേറൊരു കളിയും ഇതൊന്നുമില്ല. വണ്ടികളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. കൂടുതൽ സമയവും മേളത്തിനോടാണ് താല്പര്യം. നമ്മൾ പറയൊന്നും വേണ്ട, ഒന്നും വേണ്ട. ഞാൻ കുറച്ച് കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. അത് കേട്ടിട്ട് അവൻ അത്യാവശ്യം മേളത്തിന് താളം പിടിക്കാൻ വരെ പോയി നിൽക്കുന്നുണ്ട്. അത്രയും മകനിലൂടെ ആദ്യം യൂട്യൂബിൽ കണ്ട് പഠിച്ചു സത്യമാണോ? യെസ്, അത് അങ്ങനെ തന്നെ. ഫോണിൽ തന്നെയാണ് പഠിച്ചത്, ആരും പഠിപ്പിച്ചല്ല. മകനിലൂടെ കുറച്ചുകൂടി ഈ അച്ഛൻ അറിയപ്പെടുന്ന ഒരു വലിയ ഭാഗ്യം തന്നെയാണ്.
രാജേഷ് നമ്മുടെ അടുത്ത സുഹൃത്താണ്. സുഹൃത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ വർഷങ്ങളായി സുഹൃത്തുക്കളാണ്. എനിക്ക് തോന്നുന്നു 2012 മുതൽ ഞങ്ങൾ നിരന്തരം ബന്ധപ്പെടുന്നവരാണ്. അപ്പോൾ രാജേഷിൻ്റെ കുട്ടിയുടെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ രാജേഷ് എനിക്ക് വാട്സപ്പിൽ ഇട്ട് തരികയും യൂട്യൂബ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞങ്ങളിന്ന് ബ്ലോക്ക് പഞ്ചായത്ത് നാദം പദ്ധതി 14 ഗ്രൂപ്പിലെ കലാകാരന്മാർക്ക് ചെണ്ട കൊടുത്തൊരു പരിപാടി വന്നപ്പം എൻ്റെ മനസ്സിലേക്ക് ആദ്യം എത്തിയത് ചെറിയൊരു പ്രോഗ്രാം കൂടി അതിനോടൊപ്പം നടത്തണം. ആ പ്രോഗ്രാം ഈ കുട്ടിയുടെ പ്രോഗ്രാം ആയിരിക്കണം എന്ന് മാത്രമല്ല ആ കുട്ടിയെ ഒന്ന് അനുമോദിക്കുകയും അത് നമ്മുടെ നാട് ചെയ്യേണ്ടതാണ്. അത്ഭുതകരമായി സംഭവിക്കുന്ന ചില പ്രത്യേക വരസിദ്ധിയാണിത്. അപ്പോൾ അതിന് വേണ്ട പ്രോത്സാഹനവും അനുമോദനവും കൊടുക്കേണ്ടത് ഒരു നാടിൻ്റെ ആവശ്യമാണ്. അത് ഞങ്ങളിന്ന് ചെയ്തു. വളരെ സന്തോഷമുണ്ട്. ഈ ഇടയ്ക്ക് ഇതിലെ പാട്ടുകളൊന്നും ഇപ്പോഴത്തെ തലമുറയ്ക്ക് പെട്ടെന്ന് വഴങ്ങുന്നതോ കുട്ടികൾക്ക് പെട്ടെന്ന് എത്തിപ്പെടാവുന്നതല്ല. അതൊക്കെ സ്വന്തമായി യൂട്യൂബിൽ കേട്ട് പഠിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അതൊരു അപ്പം ചിലർക്ക് ദൈവം വരദാനമായി കൊടുക്കുന്നതാണ് ഈ കലസിദ്ധി എന്ന് പറയുന്നത്. എത്ര ജന്മം ഉണ്ടെങ്കിൽ പോലും ആരും പെട്ടെന്ന് ആർജിച്ചെടുക്കാവുന്നതല്ല. ഇത് ജന്മസിദ്ധമായി ലഭിക്കുന്നതാണ്. ഇത് അതിശയകരമായ ഒരു കാര്യമാണ്. ഇതിനെ പരമാവധി തേച്ച് പിടിപ്പിച്ച് മനോഹരമാക്കുക എന്നുള്ളതാണ് ഈ രക്ഷകർത്താവും ഈ നാടും ചെയ്യേണ്ടത്. രക്ഷകർത്താവ് മാത്രമല്ല, രക്ഷകർത്താവിനോടൊപ്പം നാട് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ഒരു സംശയമുണ്ട്. കാര്യം ജനിച്ച നാട്ടിൽ പോലും വേണ്ടത്ര ആദരവും സ്നേഹവും കിട്ടിയില്ല എന്നുള്ളൊരു വിഷമം രാജേഷ് സ്വകാര്യമായി എൻ്റെ അടുത്ത് പങ്കിട്ടിട്ടുണ്ട്. ഭയങ്കര സന്തോഷം തോന്നി. നമ്മളിൽ ഏറ്റവും കണ്ണ് നിറഞ്ഞൊരു പ്രോഗ്രാമായിരുന്നു ഈ കൊച്ചുകുട്ടിയുടെ പ്രോഗ്രാം എന്നുള്ളത് വളരെ അഭിമാനത്തോടു കൂടി പറയാം. അത്ഭുത സിദ്ധിയുള്ള ഒരു ബാലൻ്റെ പ്രകടനമാണ് നമ്മൾ കണ്ടത്. കേവലം 5 വയസ്സ് മാത്രമാണ് പ്രായം ഈ ശിവഹരിക്കുള്ളത്. ശിവഹരി സോപാന സംഗീതത്തിൻ്റെ കൂടുതൽ മേഖലകളിലേക്ക് നടന്നെടുക്കുകയാണ്. ഇത്ര ചെറുപ്രായത്തിലാണ് വളരെ കട്ടിയുള്ള സംസ്കൃത വാക്കുകളും അതുപോലെ തന്നെ കൈവിരലുകളൊന്നും വഴങ്ങാൻ ആയിട്ടില്ല. ആ ഒരു സമയത്താണ് ഇത്രത്തോളം വലിയൊരു പ്രകടനം ശിവഹരി ഈ കലാമണ്ഡലം രാജേഷ് എന്ന അച്ഛനിലൂടെ എത്തി ഇവിടെ പ്രകടിപ്പിച്ചിരിക്കുന്നത്. ഒരു അത്ഭുത സിദ്ധിയുള്ള ബാലനെയാണ് നമ്മൾ പരിചയപ്പെട്ടത്. ഇദ്ദേഹം കൂടുതൽ മേഖലകളിലെയും കൂടുതൽ ക്ഷേത്രങ്ങളിലും വേദികളിലും ഒക്കെ ഇങ്ങനെയുള്ള പ്രകടനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് കിട്ടിയ മഹാഭാഗ്യം, ഞാൻ എത്താത്തടത്ത് അവൻ എത്തുന്നുണ്ടല്ലോ എന്നുള്ളത്. പോരാത്ത വരികള് പ്രിയ ആണ് വൈഫ്, പോരാത്ത വരികള് എപ്പോഴും ക്ലിയർ ചെയ്ത് കൊടുത്തോണ്ടിരിക്കുന്ന അമ്മയാണ്. അമ്മ സമയം കിട്ടുമ്പോഴൊക്കെ ഇതുപോലെ പ്രോഗ്രാം ഉണ്ടെന്ന് പറഞ്ഞാൽ ആ പാട്ടുകൾ റിപ്പീറ്റ് ചെയ്ത് പാടിക്കും. അമ്മയാണ് അതിന് അമ്മയുടെ ഒരു വലിയ പിന്തുണ ഉണ്ട്. അമ്മയാണ് പിന്തുണ. വാക്കുകൾ പഠിപ്പിക്കുന്നതൊക്കെ അമ്മ തന്നെ. അമ്മ എന്ത് ചെയ്യുന്നേട്ടാ? അമ്മ സ്കൂളിൽ ജോലി ടീച്ചറാണ്.